4.25 ലക്ഷം രൂപ കൊടുക്കാം. ഇതും G4 വേരിയന്റ് ആണ്. ഇന്റർകൂളർ വരുന്ന വാഹനമാണ്. ഇന്റർകൂളർ ആകുമ്പോൾ നമുക്ക് മൈലേജ് മറ്റു വാഹനത്തെ അപേക്ഷിച്ച് കൂടുതൽ 4 ലക്ഷം രൂപ വിലക്കുറവിൽ അതും കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള 0 ക്ലെയിമുള്ള വാഹനം കൊണ്ടുപോകുക. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. വേണ്ട, അതും ഡീസലിൽ 20 കിലോമീറ്റർ ഷുവർ മൈലേജും കിട്ടുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. അക്കോഡ് നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. 4.5 ലക്ഷം രൂപക്ക് വേണ്ടി കൊടുക്കാം. 4 ലക്ഷം രൂപക്ക് 7 സീറ്റർ ഡീസല് W8 ഫുൾ ഓപ്ഷൻ വരുന്ന ഈ ഒരു XUV 500 അതും ഒറിജിനൽ കേരള വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണിൽ ചെയ്യാം. ഒറിജിനൽ കേരള വാഹനമാണ്. 4.25 ലക്ഷം രൂപ കൊടുക്കാം. 4.25 ഒരു ചെറിയൊരു പ്രൈസിന് കൊണ്ടുപോകാം. അതെ, 64,000 കിലോമീറ്റർ 19 G4 ഓട്ടോമാറ്റിക്കലി നല്ല അടിപൊളി കൺവേർട്ട് ചെയ്ത വാഹനമുണ്ട്. 20 മോഡൽ BS6 വരുന്ന മുന്തിരി കളറിൽ ഓട്ടോമാറ്റിക് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വാഹനം. ആകെ 57,000 കിലോമീറ്റർ ഓടി ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള 2013 ഇന്നോവ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗംഭീര കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോ കിലോമീറ്ററിൽ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ലോ കിലോമീറ്റർ ഓടിയുള്ള നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് സെമീർക്ക് വന്നിട്ടുള്ളത് അല്ലേ? സെമീർക്ക് RB മോട്ടോഴ്സിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഗംഭീര കളക്ഷൻ ചെയ്തതാണ്. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. നല്ല ഒരുവിധം കസ്റ്റമറൊക്കെ വണ്ടികളൊക്കെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ നമ്മൾക്ക് വരാത്ത വണ്ടികൾ തന്നെ വണ്ടി ഡെലിവറി എടുക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഡെലിവറി പോയി അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വീണ്ടും ക്രിസ്റ്റകൾ ഇന്നോവയാണ് ഇന്നത്തെ നമ്മളൊരു പാർട്ടി എന്ന് പറഞ്ഞത്. അത് ലോ കിലോമീറ്റർ 64,000 കിലോമീറ്റർ 19 G4 ഓട്ടോമാറ്റിക്കലി നല്ല അടിപൊളി കൺവേർട്ട് ചെയ്ത വാഹനമുണ്ട്. 20 മോഡൽ BS6 വരുന്ന ആർട്ട് ബ്ലൂ വരുന്ന ആകെ 57,000 കിലോമീറ്റർ ഓടി ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള 2013 ഇന്നോവ ഉണ്ട്. അങ്ങനെ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇനി ഇന്നോവ 15, 13 ഒക്കെ തന്നെ വെറും 6.5 ലക്ഷം രൂപക്കുള്ള ഇന്നോവകളുണ്ട്. ഇഷ്ടം പോലെ കളക്ഷനുകൾ എത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഹരിയാനയിൽ പ്രൈവറ്റ് സിംഗിൾ ഓണർ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള റീപ്ലേസ് ഇല്ലാത്ത വന്ന കണ്ടീഷനിലുള്ള വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RB മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൊക്കേഷൻ. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂരിൽ തന്നെ പെരിന്തൽമണ്ണ റൂട്ടിൽ പുളിയക്കോട് എന്ന കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഒരു 10-100ഓളം വണ്ടികൾ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ വീട്ടിലും അതേപോലെ തന്നെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ലോ കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന നമ്മൾ ഊട്ടി റോഡാണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് നമുക്ക് വരാം. ഇൻ കേസ് നമുക്ക് ഇനി ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ കേരള വണ്ടികൾ അന്വേഷിച്ചിട്ടുണ്ട്. 8 സീറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക്കിൽ നമ്മളടുത്ത് 2 വണ്ടികളുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മളിപ്പോൾ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പറൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നാളെ ടച്ചിങ് കഴിയും, മറ്റന്നാളെ പോളിഷിങ് കഴിയും. ഇപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പമ്പറൊന്ന് സ്ക്രാച്ചുള്ളതൊക്കെ നമുക്ക് ടച്ചപ്പ് ചെയ്യാനുള്ളതാണ്. 2018 കേരള വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു 8 സീറ്റ് വണ്ടി കേട്ടോ. 8 സീറ്റിൽ വരുന്ന ഒരുപാട് ആളുകൾ 8 സീറ്റ് വണ്ടി നമ്മൾ അന്വേഷിക്കാറുണ്ട്. 2018 ലാസ്റ്റ് ഒറിജിനൽ കേരള വാഹനം 1,20,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള KL57 ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റ 8 സീറ്റ് G4 ഓട്ടോമാറ്റിക്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ പ്രൈസിന് ഇന്ന് കേരളത്തിൽ റീവണ്ടിക്ക് കൊടുക്കുന്ന റേറ്റ് 16,90,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം 18 മോഡൽ വാഹനം കൊടുക്കും. G4 ഓട്ടോമാറ്റിക്, അതും കമ്പനി ഹിസ്റ്ററി മാത്രം പോയിട്ടുള്ള വാഹനം. ഇതിപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് നല്ല ഇങ്ങനെ കാണുന്നോണ്ട് നമുക്ക് അറിയാം ഇതിന് എത്രത്തോളം പരിക്ക് വന്നാണെന്നുള്ളത് അറിയാം. ജസ്റ്റ് ടച്ചപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിപ്പോ ടച്ച് ചെയ്യാനുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ടച്ചിങ്ങും പോളിഷും കഴിഞ്ഞ് നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റും. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും സമീർക്ക? 15 ലക്ഷം ലോൺ ചെയ്യാം. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ട്രാക്കിലുള്ള വണ്ടി കൊണ്ടുപോകാൻ പറ്റും. 1.5 ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള 18 കേരള വാഹനമാണ്. 1,20,000 കിലോമീറ്റർ ജെനുവിൻ സർവീസുള്ള ടൊയോട്ടയിൽ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള വണ്ടി. നമുക്ക് ഇങ്ങനൊരു ഇന്നോവ ആയിക്കോട്ടെ അല്ലേ? സാധാ നമ്മൾ ഇപ്പോൾ ഇതും നമ്മൾ വന്ന കണ്ടീഷനിലുള്ള വാഹനമാണ്. 160 ഓടിയിട്ടുണ്ട്. 13 G4 എക്സ്ട്രാ അലോയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും 8 സീറ്റ് വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. വന്ന കണ്ടീഷനിലാട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ബോഡി സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടുന്ന് വന്ന കണ്ടീഷനിൽ നമുക്ക് NOC എടുത്തിട്ടില്ല. NOC അവരെ പേരിൽ എടുത്തു കൊടുക്കാം നമുക്ക് കേട്ടോ. 590 കൊടുക്കാം. 13 ലാസ്റ്റ് മോഡൽ. 13 ലാസ്റ്റ് 590. അതും റീപ്ലേസ് ഇല്ല. ഇന്റർകൂളർ ആണ്.
വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1.55 ഓടിയിട്ടുള്ളത്. വണ്ടി നിങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് വണ്ടി, ഒറിജിനൽ പ്രൈവറ്റ് വാഹനമാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് വീണ്ടും സെയിം കളറില് അതെ, നമുക്ക് ഒറിജിനൽ കേരള ഇത് നമ്പർ ആയതന്നെ. നമ്പർ ആയതാണ്, നല്ല അടിപൊളി നമ്പർ. അതെ, തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. അതെ, 2013 മോഡല്, 2,20,000 കിലോമീറ്റർ, 8 സീറ്റ് വണ്ടി. 8 സീറ്റ് വണ്ടി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതിപ്പോ നിലവില് ഗ്ലാസ് ഫ്രണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2013 ലാസ്റ്റ് ഇന്റർകൂളർ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് ആണ് 6.5 ലക്ഷം രൂപ കൊടുക്കുക. 8 സീറ്റ് വണ്ടിയാണ്, 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപക്ക് 8 സീറ്റർ വണ്ടിയാണ്, 6 ലക്ഷം രൂപ അല്ല. ഉൾഭാഗം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. KL58 തലശ്ശേരി നമ്പർ ആയിട്ടുണ്ട്. ലോൺ നമുക്കൊരു 5 to 6 ഉള്ളില് നമുക്ക് ലോണും ചെയ്യാം. എന്തായാലും ട്രാക്കിന് ചെറിയൊരു എമൗണ്ടിന് വണ്ടി ഇറക്കാൻ പറ്റും. നമുക്ക് വീണ്ടും സെയിം കളറിൽ തന്നെ ലോ കിലോമീറ്റർ ഇന്നോവ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇന്റർകൂളർ തന്നെ കേരള വണ്ടീനേക്കാളും ക്വാളിറ്റിയിൽ ഒരു മടുകാടിലും ഒരു വേറൊരു പമ്പറിലും മാത്രം റീപെയിന്റ് ചെയ്ത ഒരു വാഹനം. ആകെ അത്രയും പെയിന്റിങ് മാത്രമേ വന്നിട്ടുള്ളൂ വണ്ടിയിൽ. അത്രയും നമുക്ക് കേരള വണ്ടിനെക്കാട്ടി ക്വാളിറ്റി ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു വണ്ടി. ഒരു റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി പോയിട്ടുള്ള നല്ലൊരു വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ 2013 V ഓപ്ഷൻ ഇന്നോവ. ഈ ഒരു വാഹനം ഇന്റർകൂളർ ആണ്. നിങ്ങൾക്ക് ഓഫർ റേറ്റ് ഒന്നുമില്ല. വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാകുമ്പോൾ 8.5 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 8 ലക്ഷം രൂപ കിലോമീറ്ററിനുള്ളത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. V ആണ് ഓപ്ഷന്. ധൈര്യപ്പെട്ടെടുക്കുക. കിലോമീറ്റർ തിരിയോ അല്ലെങ്കിൽ കിലോമീറ്ററിലുള്ള ഒരു കൃത്രിമോ കാണിച്ചിട്ടില്ല. 2013 ലാസ്റ്റ് മോഡൽ വരുന്ന ഈ ഒരു ഇന്നോവ നിങ്ങൾക്ക് വണ്ടിന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാവും. അത്രയും ക്വാളിറ്റി ഉള്ളതാണ്. 8.5 ലക്ഷം രൂപ വരും. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 6.5 to 7 ലക്ഷം വരെ. 6.5 എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഫോർച്യൂണർ ആണ്. ഫോർച്യൂണർ എങ്ങനെയായിരുന്നു? 2 വീല് 4 വീല്? 2 വീല് ഓട്ടോമാറ്റിക്, 5 സ്പീഡ് വരുന്ന ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് 2013 7 മാസം വരുന്ന HR രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണല്ലേ? ഇത് റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഹരിയാന രജിസ്ട്രേഷൻ ആണ്. 2,10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അത് ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ക്ലെയിമോ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വണ്ടിയിലില്ല. 2 വീൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് NOC-യിൽ 11,90 കൊടുക്കാം. NOC-യിൽ 11,90 അല്ലേ? ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് NOC-യിൽ വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. അതും നമുക്ക് 2 വീൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം. 13 ലാസ്റ്റ് മോഡല്, 5 സ്പീഡ് ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, പ്രൈവറ്റ് വണ്ടി, ഫുൾ കമ്പനി സർവീസ്. 11,90 വണ്ടി കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ക്രിസ്റ്റയിൽ ഒന്നുകൂടി ആളുകൾ കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു കളർ കൂടിയാണ്. മുന്തിരി കളറിൽ ഓട്ടോമാറ്റിക്, മുന്തിരി കളറിൽ ഓട്ടോമാറ്റിക് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വാഹനം. ഈ 2018 സിംഗിൾ ഓണർഷിപ്പാണ് ഈ വണ്ടി. അതും ഓട്ടോമാറ്റിക്കിലാണ്. ഈ ഒരുപാട് എൻക്വയറി വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടോ, മുന്തിരി കളർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് ബെസ്റ്റ് ചോയ്സ് ആണ്. Z അല്ല, G4 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അത് സ്റ്റിക്കർ ചെയ്താണ് അവര്. പക്ഷെ ക്രൂസ് കൺട്രോളും ഇതൊക്കെ വരുന്ന വണ്ടി കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം നമുക്ക് 17,90,000 രൂപ കൊടുക്കാൻ പറ്റും. 17,90,000. 18 ഓട്ടോമാറ്റിക്, ഒറിജിനൽ കേരള വാഹനം, ഫാൻസി നമ്പർ. ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണിൽ ചെയ്യാം. ഒറിജിനൽ കേരള വാഹനമാണ്. G4 ഓട്ടോമാറ്റിക്. അതിന്റെ ഒരു വൈറ്റ് ഇല്ല. അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 മോഡല്, G4 മാനുവല്, 18 MH വണ്ടിയാണ്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 11 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 11,20 ആണ്. 11 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 11,20 ആസ്കിംഗ് പ്രൈസ്, ഫൈനൽ റേറ്റ് നമ്മൾ 11 രൂപ. 18 വണ്ടി, അതും ടൈപ്പ് 3 കൺവേർഷൻ ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. NOC റെഡിയിലുണ്ട്. G+ ആണ് വേരിയന്റ്. ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, കമ്പനി സ്റ്റീരി, ഇതൊക്കെ വരും. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. നല്ല ഓഫർ പ്രൈസിലാണ് കൊണ്ടുപോകാം. അതെ. NOC ഇപ്പൊ നിലവിൽ റെഡിയിലുണ്ട്. നിലമ്പൂരിലോട്ട് NOC എടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. അപ്പൊ കസ്റ്റമർക്കൊക്കെ ലോണൊക്കെ ചെയ്യാനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്പർ ആക്കാൻ വളരെ സുഖമാണ്. കാരണം 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം NOC.
അച്ചടിച്ച് തരാനാ. ഇതിപ്പോ എല്ലാം റെഡിയാണ്. അപ്പൊ നേരെ നമ്മളെ പേരിലോട്ട് ചേഞ്ച് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. അതെ അതെ. വീണ്ടും നമ്മൾ മുന്തിരി കളർ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡല്, സെക്കൻഡ് ഓണർ, 1,28,000 കിലോമീറ്റർ, ഒറിജിനൽ കേരള വാഹനം. ഒറിജിനൽ കേരള വാഹനം മാനുവൽ ആണ് ഇതിലുള്ളത്. മാനുവൽ വേണ്ടവർക്ക് മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? ഇത് 1,28 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള വാഹനം, G4 മാനുവൽ. ഈ ഒരു വാഹനം നമുക്ക് വില വന്നിട്ടുള്ളത് 15,90,000 രൂപ. 15,90,000. എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം? 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഈ ചെറിയ പൈസക്കുള്ള 7 സീറ്റർ ആണ്. അതെ. XUV 2 ടൈപ്പ് വണ്ടി ഉണ്ട് നമ്മളടുത്ത്. ഇത് 5,20,000 രൂപയാണ് വണ്ടിയുടെ റേറ്റ്. W13 ലാസ്റ്റ് മോഡൽ ഡീസൽ 7 സീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വന്നിട്ടുള്ളത്. കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഷോറൂം ഹിസ്റ്ററി ഉള്ള വാഹനം കേട്ടോ. ഈ ഒരു വാഹനം നമുക്ക് 5,20,000 ആണ്. W8 ഫുൾ ഓപ്ഷൻ വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അതെ, ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നതാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. അത്യാവശ്യത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. 8 എയർ ബാഗ് വരും, ABS ബ്രേക്ക് വരും, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു വാഹനം 5,20,000. ലോൺ നമുക്ക് ഒരു 5 ലക്ഷത്തിന്റെ അകത്ത് 4.5 വരെ നമുക്ക് ലോണും ചെയ്തു. 19 രൂപ വണ്ടി ഇറക്കാം. അതെ അതെ. ഇത് നമുക്ക് സെയിം കളറിൽ തന്നെ ഇതൊരു 4.5 ലക്ഷം രൂപക്ക് വണ്ടി എടുക്കാം. 4 ലക്ഷം രൂപക്ക് 7 സീറ്റർ ഡീസൽ W8 ഫുൾ ഓപ്ഷൻ വരുന്ന ഈ ഒരു XUV 500. അതും ഒറിജിനൽ കേരള വാഹനം. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഈ 2 വണ്ടിയിലും ഇല്ല. ഈ ഒരു വാഹനം നമുക്ക് വെറും 4.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. W8 ആട്ടോ. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ്, ഏറ്റവും ടോപ്പ്. 8 സീറ്റ് വരും ചെയ്യും. ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. എത്ര ചോദിക്കണ? 4.5 ലക്ഷം രൂപ കൊടുക്കാം. ഒറിജിനൽ കേരള വാഹനം. ലോൺ നമുക്ക് എത്ര? 4 ലക്ഷം വരെ ലോൺ ചെയ്യാം. വീണ്ടും ഒരു അടിപൊളി ഇന്നോവ സിൽക്കി ഗോൾഡ് അല്ലേ? എക്സ്ട്രാ അലോയില് കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള, അതും ഇന്റർകൂളറും ആണ്, വി ഓപ്ഷനും ആണ്. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന 8 സീറ്റ് വരുന്ന വണ്ടി. അത് 2010 ഡിസംബർ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 5,25,000 രൂപ കൊടുക്കാൻ പറ്റും. 5,25,000 ആണ് ഓപ്ഷന്. അതും ടൈപ്പ് 4 ഒറിജിനൽ ക്വാളിറ്റി ഉള്ള വാഹനം, നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. സ്റ്റാരിങ് കൺട്രോളും കാര്യങ്ങളും ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള 2010 ഡിസംബർ വരുന്ന ഈ ഒരു വാഹനം. ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗർ എല്ലാം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 5,25,000 രൂപ കൊടുക്കാൻ പറ്റും. വി ഓപ്ഷൻ. ഇനി 2010 നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 2.5 to 3 വരെ ലോൺ ചെയ്യാം. ഡുവൽ ടൂണിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ടൈപ്പ് 4 ഒക്കെ ടൈപ്പ് 4 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന 2010 ഇന്നോവയാണ്. ഈ G4 ആണ് കേട്ടോ. G4 ആണ്. ഡുവൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട്. അതെ അതെ. 2010 ലാസ്റ്റ് വരുന്ന 10ാം മാസം വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള ഈ ഒരു വാഹനം 4.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 4.25. അതെ അതെ. ഒരു ചെറിയൊരു പ്രൈസിന് കൊണ്ടോ. അതെ. 2010 ഒരു G4 ആകുമ്പോൾ 4 ഡോർ വിൻഡോ, അതുപോലെ തന്നെ സെൻട്രൽ AC, അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനമാണ് ഈ ഒരു ഓഫർ റേറ്റിന് കൊടുക്കുന്നത്. അതും ഇനി ഈ ഒരു വാഹനം 2010 വി ആണ് ഓപ്ഷന്. വി ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് 4.25 ലക്ഷം രൂപ കൊടുക്കാം. ഇതും G4 വേരിയന്റ് ആണ്. ഇന്റർകൂളർ വരുന്ന വാഹനമാണ്. ഇന്റർകൂളർ ആകുമ്പോൾ നമുക്ക് മൈലേജ് മറ്റു വാഹനത്തെ അപേക്ഷിച്ച് കൂടുതൽ. അതും 5 വർഷത്തെ പുതിയ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനമാണ് നമുക്ക് 4,75,000 രൂപക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. 4.75 കൊടുക്കാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു ക്രിസ്റ്റയാണ്, ഗ്രേ ഫിനിഷിംഗ് അല്ലേ? ലോ കിലോമീറ്ററിൽ 360 ക്യാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. വെറും 64,000 കിലോമീറ്റർ ഓടി, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള. നിങ്ങളൊരു വണ്ടിയുടെ ഹിസ്റ്ററി വേണമെന്ന് പറഞ്ഞ് PDF ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് PDF അമ്മാന ടയോട്ടയുടെ PDF അടക്കം കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും, മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. അത് നമുക്ക് ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും 17,50,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 18 ലക്ഷമാണ് ചോദിക്കുന്നത്. 17 ലക്ഷം രൂപക്ക് ഫൈനൽ 17 ലക്ഷം രൂപ കൊടുക്കുക. 19 മോഡൽ 64,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക്കിൽ നമ്പറായ വാഹനം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 15 വരെ നമുക്കൊരു നമ്പർ ലോണും ചെയ്ത് കൊടുക്കാം. അതും ഈ ഇൻഷുറൻസ്
16 ലക്ഷം രൂപ ID ഉള്ള ഇൻഷുറൻസും ഉണ്ട്. വെറും 64,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്ന 360 ക്യാമും അതുപോലെ തന്നെ ഒരുപാട് ഫിറ്റിങ്സ് ഉള്ള ക്രൂസ് കൺട്രോള്, സ്റ്റാരിങ് കൺട്രോള്, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിന്റെ ഇടയിൽ കൂടി നല്ലൊരു കിളർ ഓഫർ വണ്ടി വന്നിട്ടുണ്ട്. ഒരു ക്രെറ്റ ബ്ലാക്ക് നോക്കുന്നവർക്ക് ഡീസല് ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടി. പുത്ത വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 4 ലക്ഷം രൂപ വിലക്കുറവിൽ നിങ്ങൾക്ക് 2022 ഏഴാം മാസം വരുന്ന അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല 0 ക്ലെയിമിലുള്ള ഒരു വാഹനം കേട്ടോ. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. അതും ബ്ലാക്ക് കളറിൽ ഡീസൽ മാനുവൽ, ബാക്കിൽ റിയർ AC കാര്യങ്ങളൊക്കെ കമ്പനി വരും. AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ, ക്രൂസ് കൺട്രോള്, സ്റ്റാരിങ് കൺട്രോള്, കമ്പനി സെറ്റ്, 6 ഗിയർ വരുന്ന ഡീസൽ മാനുവൽ. ഈ എക്സ് എന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനം 16,75,000 രൂപയാണ് ഇപ്പം വണ്ടിയുടെ വില. ഈ ഒരു വാഹനം നമുക്ക് 11,75,000 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ വിലക്കുറവിൽ. അത് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള 0 ക്ലെയിമുള്ള വാഹനം കൊണ്ടുപോകുക. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു രൂപ വേണ്ട. അതും ഡീസലിൽ 20 കിലോമീറ്റർ ഷുവർ മൈലേജും കിട്ടുന്ന അടിപൊളി ക്വാളിറ്റി അടിപൊളി വാഹനം അല്ലേ? അതെ. അടുത്താണ് ഒരു ജാസ് ലോ കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക് 19-35,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള V ഓപ്ഷൻ വാഹനം. ബട്ടൺ സ്റ്റാർട്ട്, അലോവിയിൽ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ പാഡൽ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്ന വാഹനം നമുക്ക് 6,75,000 രൂപക്ക് കൊടുക്കാം. 2000 ഇത് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, 6,75,000 രൂപ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള V ഓപ്ഷൻ വരുന്ന വാഹനം. അത് നമുക്ക് അഡീഷണൽ അലോയ്സ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. ഇത് വേറെ ലോൺ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ 700 സിബിൽ 750 സിബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാം. ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള എല്ലാ സർവീസ് ബില്ലും കാര്യങ്ങളും വണ്ടിയിലുള്ള വാഹനമാണ്. ഈ ഒരു 6.25 ലക്ഷം രൂപ കൊടുക്കുക. ഇനി ഇതേ മോഡലിലുള്ള ഒരു വാഹനം നമ്മൾ എടുത്തിട്ടുണ്ട് 4,75,000 രൂപക്ക് ഓട്ടോമാറ്റിക് തന്നെ 15 വരുന്ന വേറൊരു വാഹനം കൂടി. ഇത് കൂടാതെ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് നമുക്ക് 7 സീറ്ററിന്റെ കൂട്ടത്തിൽ 1-2 ചെറുവാഹനങ്ങളോട് പരിചയപ്പെടാന്നുള്ളതാണ്. വീണ്ടും ഇതാ നമുക്ക് അടുത്തൊരു കളർ ഷോറൂമിൽ ചെന്ന പോലെയാണ്. നമുക്കിന്ന് വൈറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഏത് കളർ ഓപ്ഷൻസ് നമുക്ക് ക്രിസ്റ്റയിൽ ഇന്നോവയിൽ ഇവിടെ ഉണ്ട്? 27 എന്നുള്ള ഫാൻസി നമ്പർ ഉള്ള ഒരു വാഹനം, ഇന്നോവ ക്രിസ്റ്റ G4 മാനുവല്. അതും BS6 വരുന്ന 360 ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. BS6 ഹാർഡ് ബ്ലൂ വരുന്ന 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 2020 മോഡൽ ക്രിസ്റ്റ. ഇതിന്റെ ഇന്റീരിയറൊക്കെ നല്ല പൊളിയാണ് അല്ലേ? അതും ആകെ 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ വാഹനം, കേരള വാഹനം. 20 വാഹനം നിങ്ങൾക്ക് ചെറിയ ക്ലെയിം ഉണ്ട് കമ്പനിയിൽ നിന്നാണ്. 2025 ലാസ്റ്റ് വരെ കമ്പനി സർവീസും ഉണ്ട്. 25 2-ാം മാസം വരെ കമ്പനി സർവീസും ഉണ്ട്. ഈ 2.4 G4 GX എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് ക്ലെയിം ഇല്ലാത്ത വണ്ടിയുടെ വില 22 രൂപ, 23 രൂപക്ക് കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ വില വരിക. നമുക്ക് 18,90,000 രൂപ കൊടുക്കാം. 18,90. അതേപോലെ നമുക്കൊരു സിറ്റി വരുന്നുണ്ട്, ഹോണ്ട സിറ്റി വരുന്നുണ്ട്. അത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 6,75,000 രൂപക്ക് 15 മോഡല് ഫുൾ ഓപ്ഷൻ വരുന്ന VX ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 22-23 കിലോമീറ്റർ മൈലേജും കിട്ടും. അതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ അപാകതകൾ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. അതും ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. അടുത്തൊരു കിഡിലൻ വണ്ടിയാണ്. അതെ, ചെക്കന്മാരൊക്കെ അൾട്രേഷൻ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന അക്കോഡ് നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. 2010 മോഡല്, ഈ 30 വരെ പേപ്പറുള്ള ഹോണ്ട അക്കോഡ് ഓട്ടോമാറ്റിക്. റിയാസ്ക എത്ര മാക്സിമം എത്ര റേറ്റ് വരിക ഈ വണ്ടിക്ക്? ഇതിനൊക്കെ മോഹവിലയാണ് അല്ലേ? ഇത് നമുക്ക് ഓഫർ റേറ്റിന് 3,25,000 രൂപ കൊടുക്കും. ബെസ്റ്റ് പ്രൈസ് ആണ്. അതായത് നമുക്ക് ശരിക്കും അൾട്ര ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചെക്കന്മാർ യൂസ് ചെയ്യുന്നത്. 2010 മോഡല് 30 വരെ പേപ്പറുള്ള അക്കോഡ്, അതും നമ്പർ ആയിട്ടുണ്ട്. എല്ലാ ഭാഗം പേപ്പർ ക്ലിയർ, പുത്തൻ പേപ്പറിൽ നിങ്ങൾക്ക് വെറും 3,25,000 രൂപ കൊടുക്കാൻ പറ്റും. ഓഫർ റേറ്റിന് കൊടുക്കാം.
നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അമേസ് ന്യൂ മോഡലില് VX ഇതിന് ഏറ്റവും ടോപ്പിലോട് വണ്ടി, പെട്രോള്, ഏറ്റവും ടോപ്പ് വരുന്ന പെട്രോള് വന്ന കണ്ടീഷനിലാണ്. ഇന്റീരിയർ വാഷും പോളിഷും ചെയ്യാണ്ട്, സർവീസും ചെയ്തിട്ടില്ല, ഇന്റീരിയർ വാഷും ചെയ്യാണ്ട്. 2019 ലാസ്റ്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ നിലവിൽ വന്ന കണ്ടീഷനിലാണ്, ഒന്ന് പോളിഷ് ചെയ്യാണ്ട്, ഇന്റീരിയർ വാഷും ചെയ്യാണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് 6,25,000 രൂപ കൊടുക്കാം. 19 VX പെട്രോള്, മാനുവൽ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള, ക്രൂയിസ് കൺട്രോളും സ്റ്റാരിങ് കൺട്രോളും ഒക്കെ കമ്പനി വരുന്ന ഈ ഒരു വാഹനം. അലോയില് ബാക്ക് അല്ല അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. അത്യാവശ്യം ഇതിന്റെ ഒരു ഹൈലൈറ്റ് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു പെട്രോൾ എഞ്ചിന് നല്ല യാത്രാ കംഫർട്ട് ഉള്ള ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അമേസ് നിങ്ങൾക്ക് ഫുള്ള് ലോണിൽ ₹1 മുടക്കില്ലാതെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 6,25,000 രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും, വണ്ടി ഇറക്കാൻ പറ്റും. ഈ മോഡൽസിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞാൽ വണ്ടൂരാണ്. അപ്പോൾ അതായത് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ അല്ലേ. അപ്പോൾ ഇനി ലൊക്കേഷൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സമീർ, റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.